ഹായ്, ചില കുട്ടികളുണ്ടാവും 6th ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്, പക്ഷെ 3rd ക്ലാസ്സിൻ്റെ ലെവലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 3 വർഷത്തെ ലേണിംഗ് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ലേണിംഗ് ഗ്യാപ്പ് വരുന്നത്? അതിലൊന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ലേണിംഗ് ഡിസേബിലിറ്റി ആണ്. വായനയിലുള്ള ബുദ്ധിമുട്ട്, ഡിസ്ലെക്സിയ അല്ലെങ്കിൽ എഴുത്തിലുള്ള ബുദ്ധിമുട്ട്, ഡിസ്ഗ്രാഫിയ അല്ലെങ്കിൽ മാത്സിലുള്ള ബുദ്ധിമുട്ട്, ഡിസ്കാൽക്കുലിയ, ഇങ്ങനെ പഠന വൈകല്യം ഉള്ളത് കൊണ്ട് കുട്ടി പഠനത്തിൽ പിന്നോക്കം പോവാം. രണ്ടാമത്തത് എന്നുള്ളത് ADHD ആണ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. കുട്ടി ചിലപ്പോൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കാം, അറ്റൻഷൻ കുറവായിരിക്കാം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ട് അറ്റൻഷൻ എൻഹാൻസ്മെൻറ്റ് ട്രെയിനിങ് കൊടുത്തിട്ട് വേണം കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നതിന്. മൂന്നാമത്തത് എന്നുള്ളത് IQ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് നോർമൽ IQ എന്നുള്ളത് 90 ആൻഡ് എബോവ് ആണ്. അപ്പോൾ ഒരു 70 to 80 ഒരു ബോർഡർ ലൈൻ IQ ഉള്ള കുട്ടികൾ ചിലപ്പോൾ പഠനത്തിൽ നന്നായിട്ട് പിന്നോക്കം പോവാം. 4th വൺ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആണ്. അപ്പോൾ വീട്ടിലുള്ള പ്രോബ്ലംസ് കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള കൃത്യമായിട്ട് ബേസ് കിട്ടാത്തത് കൊണ്ട്, കഴിഞ്ഞ കോവിഡ് സമയത്തൊക്കെ കൃത്യമായിട്ട് ബേസ് കിട്ടാത്തത് കൊണ്ട്, അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും കുട്ടി പഠനത്തിൽ പിന്നോക്കം പോവാം. അപ്പോൾ നിങ്ങളുടെ കുട്ടി എന്തുകൊണ്ടാണ് പഠനത്തിൽ പിന്നോക്കം പോയത് എന്ന് കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് എത്ര വർഷത്തെ ലേണിംഗ് ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു റെക്കമെൻഡേഷൻ എന്നുള്ളത് RC അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനെ വെച്ചിട്ട് കുട്ടിക്ക് 1-to-1 ആയിട്ട് ഡെയിലി സെഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ക്വാളിറ്റി ഓഫ് ദ തെറാപ്പിസ്റ്റ്, രണ്ടാമത്തത് കണ്ടിന്യൂറ്റി, ഡെയിലി സെഷൻസ് കൊടുക്കാൻ പറ്റണം. ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ചേഞ്ചസ് നമുക്ക് കുട്ടികളിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് എത്ര ലേണിംഗ് ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. താങ്ക് യു.